റാപ്പർ വേടനെതിരെയുള്ള പുലിപ്പല്ല് കേസിൽ വനംവകുപ്പിന് തിരിച്ചടി. വേടനെതിരെയുള്ള കേസിൽ പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യമില്ലെന്ന് പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കി. നിലവിലെ തെളിവുകൾ അനുസരിച്ച് കുറ്റകൃത്യം തെളിയിക്കാനായില്ല എന്ന് കോടതി വ്യക്തമാക്കി. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, അത് വലിയ തിരിച്ചടിയാണ് വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം. പ്രഥമ ദൃഷ്ട്യാ ഇത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി മുൻപും ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഇദ്ദേഹത്തിനെതിരെ ആരോപിച്ചിട്ടില്ല, കേസുകളൊന്നുമില്ല എന്നത് പറയുമ്പോൾ ഇനി ശാസ്ത്രീയ പരിശോധനയിലൂടെ വെളിപ്പെടേണ്ടതാണ് എന്നുള്ളതിലേക്കല്ലേ കോടതി എത്തിച്ചേർന്നത്? അനുജ, അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിൽ വേടന് ജാമ്യം നൽകിയാൽ ഇയാൾ തെളിവ് നശിപ്പിക്കാനും അതോടൊപ്പം തന്നെ സാക്ഷികളെ സ്വാധീനിക്കാനുമുള്ള സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വനംവകുപ്പ് ഇന്നലെ വേടന്റെ ജാമ്യ ഹർജിയെ എതിർത്തത്. പക്ഷേ വേടൻ കുറച്ച് കാര്യങ്ങൾ ഇന്നലെ കോടതിയിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. ഇത് തനിക്കൊരു ആരാധകൻ സമ്മാനമായി നൽകിയ വസ്തുവാണ്, ഇത് പുലിപ്പല്ലാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു, അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ താൻ ഇത് ഉപയോഗിക്കില്ലായിരുന്നു. ഒപ്പം തന്നെ ഇതിൽ ശാസ്ത്രീയ തെളിവുകളൊന്നുമില്ല, ഇത് പ്രഥമ ദൃഷ്ടിയാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ട് പുലിപ്പല്ലാണ് എന്ന് സ്ഥിരീകരിക്കുക മാത്രമാണ് ചെയ്തത്. അതല്ലാതെ ഹൈദരാബാദിൽ അയച്ച ഇതിന്റെ ശാസ്ത്രീയത്വം തെളിയിച്ചതിന്റെ രേഖകളൊന്നും കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. അതോടൊപ്പം തന്നെ സമാനമായ കുറ്റകൃത്യങ്ങൾ താൻ ചെയ്തിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേടൻ പറഞ്ഞു. ആ പശ്ചാത്തലമൊക്കെ വേടന്റെ വാദങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഇന്നലെ വേടന് ജാമ്യം അനുവദിച്ചത്. ആ ജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള ഓർഡറിലാണ് വേടനെതിരെ പ്രഥമ ദൃഷ്ടിയാൽ കുറ്റം തെളിയിക്കാനായിട്ടില്ല എന്നൊരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഒപ്പം തന്നെ ശാസ്ത്രീയ തെളിവിന്റെ അഭാവവും ഈ ഓർഡറിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇയാൾ സമാനമായ കുറ്റകൃത്യങ്ങൾ നേരത്തെ ഏർപ്പെട്ടില്ലാത്ത ആളാണ്. ഒപ്പം മൃഗവേട്ട എന്നൊരു വകുപ്പ് വേടനെതിരെ ചുമത്തിയിരുന്നു. പക്ഷേ ആ വകുപ്പ് എങ്ങനെ നിലനിൽക്കുമെന്ന ഒരു സംശയമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് വേടൻ ഇത്തരത്തിൽ വനത്തിൽ പോയി പുലിയെ വേട്ടയാടി പിടിച്ചു എന്നൊരു ആക്ഷേപം വനവകുപ്പ് പറഞ്ഞിട്ടില്ല. പക്ഷേ പിന്നെ എങ്ങനെയാണ് ആ വകുപ്പ് നിലനിൽക്കുക എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് കോടതി. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് വേടന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഒപ്പം ഈ കേസിന്റെ സമാന്തര അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ വനവകുപ്പ് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അനുജ, അതെ, അതിനിടെയാണ് വനമന്ത്രിയുടെയൊക്കെ പ്രസ്താവന വന്നത്. അതിൽ പരോക്ഷമായി തന്നെ തെറ്റ് സംഭവിച്ചു എന്ന് സമ്മതിക്കുന്ന തരത്തിലേക്കുള്ള വനമന്ത്രിയുടെ മലക്കം മറിച്ചിലും നമ്മൾ കാണുമ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിൽ വലിയ ആശയക്കുഴപ്പത്തിലാണ്. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് തങ്ങൾ മുന്നോട്ട് പോയത് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ.